എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളികൾ എല്ലാവരും നെഞ്ചോട് ചേർത്ത് വെച്ച റിയാലിറ്റി ഷോ സൂപ്പർ അമ്മയും മകളും ഗ്രാൻഡ് ഫിനാലെ ഇവന്റ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മളുടെ ഗ്രാൻഡ് ഫിനാലെ ഇവന്റ് കളർഫുൾ ആക്കാൻ നിരവധി അതിഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരെ എല്ലാവരെയും നമ്മളുടെ റെഡ് കാർപ്പറ്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മലയാളികൾക്കെല്ലാം പ്രിയപ്പെട്ട, മലയാളികൾക്ക് നിരവധി സിനിമകൾ സമ്മാനിച്ച നമ്മളുടെ പ്രിയപ്പെട്ട സംവിധായകൻ ലാൽ ജോസ് സാർ, എന്തുകൊണ്ടും നമ്മളുടെ സൂപ്പർ അമ്മയും മകളും എന്ന ടൈറ്റിലിന് ആപ്റ്റായ ഒരു സൂപ്പർ അച്ഛനെ നമ്മളുടെ റെഡ് കാർപ്പറ്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സാർ. അപ്പോൾ നമ്മുടെ സൂപ്പർ അമ്മയും മകളും ഗ്രാൻഡ് ഫിനാലെ ഇവന്റിലേക്ക് ഒരു സൂപ്പർ സംവിധായകനാണ്, അതെല്ലാം നമുക്കറിയാം. പക്ഷെ അതിലുപരി ഒരു നല്ല അച്ഛനും കൂടെയാണ് സാർ. അപ്പോൾ സാർ, എന്താണ് ആ മകളും സാറും തമ്മിലുള്ള കണക്ഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒരു മകളല്ല, രണ്ട് പെൺമക്കളാണ്. അവരായിട്ടുള്ളത് ഒരു സൗഹൃദമാണ്. അച്ഛനും മകളും എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാവുന്ന, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാവുന്ന അവരുടെ ഒരു ഫ്രണ്ട് ആവാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ സാറും അമ്മയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ സൂപ്പർ അമ്മയും മകളും എന്ന റിയാലിറ്റി ഷോയിൽ ഞങ്ങളോടൊപ്പം ഒന്ന് പറയാൻ സാധിക്കുമോ? എൻ്റെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അമ്മയായിരുന്നു, ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴൊക്കെ സ്ഥിരം പരാതികളും വഴക്കുകളും ഒക്കെ ആയിരുന്നു. അമ്മ മരിച്ചിട്ട് ഇപ്പോൾ 1 കൊല്ലം തികയാൻ പോവാണ്. പക്ഷെ ഇപ്പോൾ അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. വഴക്ക് കൂടാൻ ആളില്ലാണ്ടായി പെട്ടു. സൂപ്പർ അമ്മയും മകളും എന്ന ആ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? സൂപ്പർ അമ്മയും മകളും രസകരമാണ്, സൂപ്പറാണ്. അതെ, അപ്പോൾ എന്തായാലും വെൽക്കം സാർ. നമ്മളുടെ ഗ്രാൻഡ് ഫിനാലെ അടിച്ചു പൊളിക്കാം. നിരവധി ഗാനങ്ങളിലൂടെ മലയാളികളുടെയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച നമ്മളുടെ പ്രിയപ്പെട്ട ഗായകൻ MG ശ്രീകുമാർ സാറാണ് സൂപ്പർ അമ്മയും മകളും ഗ്രാൻഡ് ഫിനാലയിലെ സ്പെഷ്യൽ ഗസ്റ്റായി നമ്മളോടൊപ്പം ഇപ്പോൾ എത്തുന്നത്. അപ്പോൾ നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെ ഗ്രാൻഡ് ഫിനാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പ്രോഗ്രാം പാട്ട് കൊണ്ട് കളർഫുള്ളാക്കാൻ MG ശ്രീകുമാർ സാർ എത്തിയിട്ടുണ്ട്. സാർ, അപ്പോൾ നമ്മൾ സൂപ്പർ അമ്മയും മകളുമാണ് നമ്മളുടെ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ ഈ സമയത്ത് സാറും അമ്മയും തമ്മിലുള്ള സാറിൻ്റെ സൂപ്പർ അമ്മയുമായിട്ടുള്ള ഒരു മെമ്മറി ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ അമ്മ സൂപ്പറായിരുന്നു. എൻ്റെ അമ്മയുടെ ഐശ്വര്യമാണ് ഇന്നും ഞാൻ പാടി ജീവിക്കുന്നത്. അതുപോലെ നമുക്കും ഉണ്ടല്ലോ ഒരു അമ്മ, അല്ലേ? വള്ളിക്കാവിലമ്മ. എന്തായാലും ഈ ദിവസം വിഷുവാണ്. ഈ വിഷു ദിനത്തിൽ എനിക്ക് വരാൻ സാധിച്ചതിലും അമ്മയും സൂപ്പർ അമ്മയും മകളും എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ പാട്ടുകളൊക്കെ ഞാൻ പാടുന്നു. അവിടെ പാടും, പക്ഷേ നമ്മളുടെ ഈ സ്പെഷ്യൽ ഈ അവസരത്തിൽ സാറ് 2 വരി പാടാതെ പോകാൻ പറ്റില്ല. സാറിൻ്റെ പാട്ട് വന്നാലും നമ്മളുടെ പരിപാടി കളർഫുൾ ആകത്തുള്ളൂ. അപ്പോൾ ഇപ്പോഴേ ഒരു പാട്ടിന് നമുക്കൊന്ന് തുടക്കം കുറിക്കും. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ വർണ്ണ പൂപ്പൊലിയായി. ബാക്കി ഞാൻ അകത്ത് പാടാം. അതെ, അപ്പോൾ ഇതുപോലെ ഇത് വെറും സാമ്പിൾ വെടിക്കെട്ടാണ്. മെയിൻ വെടിക്കെട്ട് നമുക്ക് വേദിയിൽ കാണാം. താങ്ക് യു. വെൽക്കം. നമ്മളുടെ സൂപ്പർ അമ്മയും മകളും ഗ്രാൻഡ് ഫിനാലെ എത്തിയിരിക്കുകയാണ്. തുടക്കം മുതൽ ഏകദേശം 1 വർഷത്തോളം സൂപ്പർ അമ്മയുടെ എല്ലാമായിരുന്നു ശിവജി. അപ്പോൾ പറയൂ, എന്തായിരുന്നു എക്സ്പീരിയൻസ്? 1 കൊല്ലം എല്ലാവരോടൊപ്പം ഉണ്ടായി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അവരെല്ലാവരും ജേർണീൻ്റെ കൂടെ എൻ്റെ ജേർണിയും ഉണ്ടായി. അത് മാത്രമല്ല, അവർ വന്ന ആൾക്കാരല്ല ഇന്ന് അവിടെ നിൽക്കുന്നത്. അപ്പം ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ എനിക്ക് തോന്നുന്നു വെരി ഹാപ്പി ടു ഹാവ് ദ ടോപ്പ് 5 കറക്റ്റ് ആൾക്കാരാണ്. ഇതിൽ ഏറ്റവും ജാസ്തി ഞാൻ മിസ് ചെയ്യണത് നമ്മുടെ ഗ്യാരണ്ടീഡ് എന്ന് പറയില്ലേ, ഒരു ഫൈനലിസ്റ്റ് ആയിരുന്നു സ്മിഷ. പക്ഷേ വെൽ, ഐ എം ഷുവർ ഹർ ബ്ലെസ്സിങ്സ് ആർ ദേർ വിത്ത് ഓൾ ഓഫ് അസ്. പക്ഷേ വെരി ഹാപ്പി. നല്ലൊരു ഷോ ആണ്. സൂപ്പർ അമ്മയും സൂപ്പർ മകളും എന്ന് പറഞ്ഞാൽ എക്സലൻറ്റ്. ഇന്റർനാഷണൽ വരെ നമ്മുടെ ഓസ്ട്രേലിയൻ പാർട്ടിസിപ്പേറ്റ് ഉണ്ട്. അപ്പോൾ വേറെ എന്താ വേണ്ട, ആദ്യത്തെ സീസണിൽ തന്നെ ഇങ്ങനെയാണ്. വെരി ഹാപ്പി. ഒരു സൂപ്പർ അമ്മയും മകളും റിയാലിറ്റി ഷോയിലെ ഒരു കറക്റ്റ് ആളാണ്. ഒരു സൂപ്പർ അമ്മ, സൂപ്പർ മോളായിരുന്നോ അമ്മ എന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബെസ്റ്റസ്റ്റ് മോളാണ്. അപ്പോൾ കറക്റ്റ് ഒരാളാണ്. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം തുടങ്ങാൻ പോവുകയാണ്. മാമിൻ്റെ എന്തെങ്കിലും സ്പെഷ്യൽ പെർഫോമൻസ് ഇന്നത്തെ ഗ്രാൻഡ് ഫിനാലേക്ക് ഉണ്ടോ? അവിടെ ഇരുന്ന് ഇവരെല്ലാവരും പെർഫോമൻസ് കണ്ടിട്ട് കുറേ കരയാം. എനിക്ക് തോന്നുന്നു അവരെന്നെ കരയിപ്പിച്ചിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഐ ആം ലൈക്ക്
I'm all excited. കുറേ സർപ്രൈസസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ സർപ്രൈസ് എന്താന്ന് കാണാം. വെൽക്കം മാം സ്റ്റേജിലോട്ട്. താങ്ക് യു. സിനിമാ നിർമ്മാണ മേഖലയിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന സിയാദ് കോക്കർ സാറാണ് നമ്മളുടെ സൂപ്പർ അമ്മയും മകളും ഗ്രാൻഡ് ഫിനാലെ ഷോ ധന്യമാക്കാൻ എത്തുന്നത്. നമുക്ക് നമ്മുടെ റെഡ് കാർപ്പറ്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സിയാദ് കോക്കർ. ഹലോ സാർ. ഹലോ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ സൂപ്പർ അമ്മയും മകളും ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ നടക്കുകയാണ്. എന്തൊക്കെയാണ് സാറിന് പറയാനുള്ളത് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്? എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അമൃത TV എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കളും അവിടെ ഉണ്ട്. എന്തായാലും ഈ ഗ്രാൻഡ് ഫിനാലെ എന്ന് ഈ അമ്മയും മകളും എന്നുള്ള പ്രോഗ്രാം വളരെ നല്ല റീച്ചബിളായിട്ട് അമൃത TV വന്നിരിക്കുന്ന ഒരു ഷോ ആണെന്ന് എനിക്കറിയാം. അപ്പം താങ്ക് യു വെരി മച്ച്. സാറിൻ്റെ പുതിയ വർക്കുകളൊക്കെ ഏതാണ്? പ്രൊഡക്ഷൻ നമുക്കറിയാം പണ്ട് മുതൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു സിനിമയും സാർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാനല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോക്കേഴ്സ് ഫിലിംസ് എന്നുള്ള ഒരു ബാനർ നിലനിർത്തി പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ എൻ്റെ മൂത്ത മകളാണ് ഇപ്പോൾ പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്നത്. സൂപ്പർ മകൾ എന്ന് വേണമെങ്കിൽ പറയാം. മാരിവില്യൻ ഗോപുരങ്ങൾ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അവളുടെ സെക്കൻഡ് പിക്ചറാണ്. വളരെ നന്നായി വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. അതെ, അപ്പോൾ ഒരു സൂപ്പർ അച്ഛനായി ഒരു സൂപ്പർ മകളെ വളർത്തി കൊണ്ടുവരുന്ന ഒരു അച്ഛൻ കൂടിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്തായാലും സാർ വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. സൂപ്പർ അമ്മയും മകളും തുടങ്ങിയ നാൾ മുതൽ എല്ലാ മത്സരാർത്ഥികൾക്കൊപ്പവും നമ്മളോടൊപ്പവും എപ്പോഴും ഉണ്ടായിരുന്ന നമ്മളുടെ സ്വന്തം സ്വാസികയെ നമ്മളുടെ റെഡ് കാർപ്പറ്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം സ്വാസിക. താങ്ക് യു സോ മച്ച്. എന്താണ് അവസാന സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് ഗ്രാൻഡ് ഫിനാലെ. അതെ. എന്താണ് ഇതുവരെയുള്ള എക്സ്പീരിയൻസ്? ഇതുവരെയുള്ള ജേണി ഭയങ്കര രസകരമായിരുന്നു. കാരണം അറിയാലോ കുറേ റൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ അമ്മമാരാണെങ്കിലും വന്ന സമയത്തുള്ള കണ്ടസ്റ്റൻസ് അല്ല അവരിപ്പോൾ ഉള്ള. എല്ലാ രീതിയിലും ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ആങ്കർ എന്നുള്ള രീതിയിലൊക്കെ സന്തോഷമാണ്. ആൻഡ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ 5 പേര് അതിൽ നിന്ന് ഒരാളെ ഇനി ഏതാനും മണിക്കൂറിന് ശേഷം കണ്ടെത്തും. സോ എക്സൈറ്റ്മെൻറ്റ് എന്തായാലും നല്ലപോലെ ഉണ്ട്. പിന്നെ എങ്ങനെയൊക്കെയാണ് അവർ പെർഫോം ചെയ്യണമെന്ന് ഇനിയിപ്പം നോക്കിക്കാണണം. അപ്പോൾ ഒരു സൂപ്പർ മോളായിരുന്നോ സ്വാസിക? അങ്ങനെ ചോദിച്ചാൽ അമ്മ കാണുന്നുണ്ട്. അതെ, അങ്ങനെ ചോദിച്ചറിയില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു എന്നുള്ളത് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. സൂപ്പർ എക്സ്ട്രാordinary ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അതറിയില്ല. സ്വാസികയുടെ എന്തെങ്കിലും സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ടോ? ഇൻട്രോ ഒരു പെർഫോമൻസ് ഉണ്ട്. വിഷു സ്പെഷ്യൽ ആയതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് ഡാൻസേഴ്സൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ഡാൻസ് ഉണ്ട്, ചെറിയൊരു ഡാൻസ്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും വെൽക്കം ടു അവർ ഷോ സ്വാസിക. ഓക്കെ, അവർ ഷോ നമ്മൾ എല്ലാവരുടെയും ഷോ അല്ലേ, സ്വന്തം ഷോയുടെ മെയിൻ ആളാ. അപ്പൊ ഞാൻ കുറച്ച് സമയത്തേക്ക് തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും താങ്ക് യു. പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ വിജയെ കാണാൻ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഓക്കെ. സൂപ്പർ അമ്മയും മകളും എന്ന റിയാലിറ്റി ഷോയിലെ ഗ്രാൻഡ് ഫിനാലെയാണ് നടക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരു സർപ്രൈസ് ഗസ്റ്റിനെയാണ് ഇപ്പോൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ലേഖ മാം. നമ്മളെപ്പോഴും ഒരുമിച്ചാണ് MG ശ്രീകുമാർ സാറിനെയും മാമിനെയും കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. വിഷമമുണ്ടോ അതിൽ? ഒരു വിഷമവുമില്ല, എന്തായാലും വരുമല്ലോ. അതെ. അപ്പൊ നമ്മുടെ റിയാലിറ്റി ഷോ സൂപ്പർ അമ്മയും മകളാണ്. മാം ഒരു സൂപ്പർ അമ്മയാണോ? അത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാ അമ്മയും മക്കളും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. സൂപ്പർ അമ്മയാകാനാണോ സൂപ്പർ മകളാകാനാണോ മാമിന് ഏറ്റവും കൂടുതൽ താല്പര്യം? ഞാൻ രണ്ടുമായിരുന്നു. എൻ്റെ അമ്മയുടെ ഏറ്റവും പെറ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയുടെ അമ്മ ഇപ്പം ഇല്ല, അമ്മയുടെ ലാസ്റ്റ് വരെ ഞാൻ നല്ലൊരു മകളായിരുന്നു. അപ്പം നല്ലൊരു മകളാണ് ഞാൻ, നല്ലൊരു അമ്മയുമാണ്. ഏത് ലൈഫായിരുന്നു കൂടുതൽ എൻജോയ് ചെയ്തത്, അമ്മയാണോ അതോ? എൻജോയ്മെൻറ്റ് രണ്ട് രീതിയിലാണ്. മകള് വേറെ, അമ്മ വേറെ, രണ്ടും വ്യത്യാസമാണ്. അമ്മമാർക്ക് കൂടുതൽ ഒരു ആങ്സൈറ്റി ഉണ്ടായിരിക്കും. മക്കൾ എന്ത് ചെയ്യുന്നു, മകളാണെങ്കിൽ അമ്മയെ വല്ലപ്പോഴും പോയി കാണുക, അമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അമ്മയും അത് രണ്ട് ഫീലിംഗ് ആണ്, അത്രയേ ഉള്ളൂ. എന്തായാലും നമ്മളുടെ ഈ പ്രോഗ്രാമിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റിനെ തന്നെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. മാം വെൽക്കം ടു അവർ ഷോ. താങ്ക് യു സോ മച്ച്. സോഷ്യൽ മീഡിയയിൽ തരംഗമായ 2 യുവ താരങ്ങളെയാണ് ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം നയന ആൻഡ് പ്രജിൻ. ഹലോ പ്രജിൻ,
ഹലോ ഹായ്. സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രണ്ടുപേരാണ് നമ്മളുടെ ഗ്രാൻഡ് ഫിനാലെ കളർഫുൾ ആക്കാൻ. ഡാൻസ് ആണല്ലേ? അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പെർഫോം ചെയ്യാണ്. ഞങ്ങള് ഒരുമിച്ച് വേറൊരു ഷോയിലുണ്ടായിരുന്നു, പക്ഷെ നയനും ഞാനും ഒരുമിച്ചാണ് ഇങ്ങനെ ആദ്യമായിട്ട് പെയർ ആയിട്ട് ചെയ്യുന്നത്. അത് അമൃത ടിവിന്റെ അതെ അമ്മയും മകളും എന്ന് പറഞ്ഞ ഫിനാലയിലൊക്കെ വരാൻ പറ്റിയാൽ ഭയങ്കര ഹാപ്പി. അപ്പോൾ ഇവരുടെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സൂപ്പർ മകളാണോ വീട്ടിൽ? അതെ, ഞാൻ സൂപ്പറാണ്. അമ്മ കാണുന്നുണ്ടായിരിക്കും. അമ്മയെ തന്നെയാണ് പറയാൻ ചാൻസ് കൂടുതൽ. പിന്നെ മെയിനായിട്ട് പറയണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ അമൃത TV വഴിയാണ്. എല്ലാവർക്കും അറിയാം, സൂപ്പർ ഡാൻസർ ജൂനിയർ 2007 സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ഞാൻ ഫുൾ മീഡിയയിലേക്ക് എത്തിയത്. സോ എനിക്ക് ഇവിടെ കയറി വന്നപ്പോൾ തൊട്ട് ഫുൾ മെമ്മറീസ് ആയിരുന്നു. ഇങ്ങനെ മേക്കപ്പ് റൂം, ഞാൻ 60 പഠിക്കുമ്പോൾ മേക്കപ്പ് റൂം, ആർട്ട്, സെറ്റ്, ഡാൻസ്, ഫുൾ ടെൻഷനായിരിക്കും. അപ്പോൾ എനിക്ക് ലൈക്ക് അറിയാൻ പറ്റും ഈ കണ്ടസ്റ്റൻസിൻ്റെ മനസ്സിൽ എന്തായിരിക്കും. ഇപ്പോൾ ഫിനാലെയും കൂടെ അല്ലേ, സോ എനിക്ക് ആ മെമ്മറീസ് എല്ലാം വരുമായിരുന്നു. അതെ, എൻ്റെ സ്റ്റാർട്ടിങ് അമൃത TV തന്നെയായിരുന്നു. ഞാൻ 2011 സൂപ്പർ ഡാൻസർ 6 കൊറിയോഗ്രാഫർ ആയിരുന്നു. പിന്നെ ഞാൻ ലെറ്റ്സ് ഡാൻസ് എന്ന് പറഞ്ഞ ഷോയിൽ ഞാൻ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നു. പിന്നെ അമൃത ടിവിയുടെ പ്രോഗ്രാം പിന്നെ അതിന് ശേഷം നമ്മളെ വിളിക്കും. നമുക്കൊരു ഭയങ്കര വാല്യൂ തരുന്ന ഒരു ചാനലാണ് നമ്മുടെ അമ്മേന്റെ ചാനലല്ല. അപ്പൊ അമൃത ടിവിയിൽ നിന്ന് വളർന്നു വന്ന് ഇപ്പോൾ അമൃത ടിവിയിലെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷോയായ സൂപ്പർ അമ്മയും മകളിലെ ഗ്രാൻഡ് ഫിനാലയിൽ ഒരു അടിപൊളി പെർഫോമൻസ് അല്ലേ? വെൽക്കം ടു യുവർ ഷോ. താങ്ക് യു സോ മച്ച്. സൂപ്പർ അമ്മയും മകളുടെയും നട്ടല്ലായ ബാക്ക് ബോണായ രണ്ട് വ്യക്തികളെയാണ് റെഡ് കാർപ്പറ്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ശരൺ ആൻഡ് ലാൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലെ സ്പെഷ്യൽ പെർഫോമൻസിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ നമ്മുടെ ലാൽ ചേട്ടനാണ്. അപ്പൊ എങ്ങനെയാ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു? ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് എന്താ? നമ്മളുടെ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അവരുടെ എല്ലാ പെർഫോമൻസും കണ്ട് ഗ്രൂം ചെയ്ത് ഇതുവരെ എത്തിക്കാൻ പറ്റിയത്. ഇങ്ങനെ വലിയ വേദിയിൽ വന്ന് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും അവര് തുടക്കത്തിൽ വന്ന അവര് തന്നെയാണോ ഇപ്പോഴും? അല്ലല്ല, എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റേജുകൾ എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഒരു മാറ്റം അവർക്ക് ഉറപ്പായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുടെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നിലവിൽ അവർ എന്ത് കൊടുത്താലും പെട്ടെന്ന് ചെയ്യാൻ ഇതിലായിട്ടുണ്ട്. ഇവിടുത്തെ എക്സ്പീരിയൻസ് പറയൂ. ഇത്ര നാളും എല്ലാവരും ഞാൻ സൂപ്പർ മകൾ മാത്രമല്ല, ഇതിന് മുന്നേ റെഡ് കാർപ്പറ്റ് അമൃതയുടെ സ്വന്തം ആളാണ്. അമൃതയുടെ സ്വന്തം ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ പരിപാടികളുടെ ആളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേർക്കും ഷോയിലേക്ക് സ്വാഗതം. വിഷുദിനത്തിൽ 3:30 സൂപ്പർ അമ്മയും മകളും ഗ്രാൻഡ് ഫിനാലെ.